ചാർലി സിനിമയുടെ ലൊക്കേഷനിലെത്തിയിരിക്കും. അതായത് കൊടൈക്കനാലിൽ തിരിച്ചപ്പോഴേ ഒരു റീൽസ് കണ്ടു അവിടെ നൈറ്റ്. അതായത് ചാർലി സിനിമയുടെ ലൊക്കേഷനിൽ ഇപ്പോൾ വന്ന ബെസ്റ്റ് സീനാണെന്നൊക്കെ പറഞ്ഞു. അത് വന്നത് മോശമായില്ല, പക്ഷേ നല്ല ക്രൗഡഡ് ആണ്. എനിവേ എല്ലാവരും ഇത് ആസ്വദിക്കുന്നുണ്ട്. ഇടുക്കി ജില്ലയിലെ പീരുമേടാണ് ഈ ഒരു ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത്. ലാൻഡ്രം എസ്റ്റേറ്റ് അല്ലെങ്കിൽ ചാർലി ഫിലിം ലൊക്കേഷൻ എന്നൊക്കെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അഥവാ ഗൂഗിൾ ഇനി നമ്മളെ വഴി തെറ്റിച്ചാലും അവിടെ എത്തി ആരോട് ചോദിച്ചാലും ഇങ്ങോട്ടേക്കുള്ള വഴി പറഞ്ഞു തരും. ഒരു റോഡിൽ നിന്നൊരു 100 മീറ്റർ നമ്മൾ ഉള്ളിലേക്ക് വരണം കറക്റ്റ് ഈ ഒരു സ്ഥലത്തെത്താനായിട്ട്. കണ്ടില്ലേ, ഇവിടെ വരുമ്പോൾ ഉള്ള കാഴ്ച ഇതാണ്. എന്ത് ഭംഗിയായിട്ടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ വന്നത് ഞങ്ങൾക്കൊരു നഷ്ടമായിട്ട് തോന്നുകയില്ല. കാരണം ഞങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ കൊടൈക്കനാലിൽ നിന്ന് ഒരു റീല് കണ്ടു, ഇപ്പോൾ വന്ന സീനാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ റൂട്ട് മാറ്റി ഇങ്ങോട്ട് വരുവാണ് ചെയ്തത്. മഴ സമയത്താണ് ഈ സ്ഥലത്തിന് ഇത്രയും ഭംഗി കിട്ടുന്നത്. അതുകൊണ്ടാണ് ആ സമയമാകുമ്പോൾ ആൾക്കാർ ഓടി ഇങ്ങോട്ടേക്ക് വരുന്നത്. ചാർലി സിനിമ എത്രത്തോളം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഇഷ്ടമാണെന്നതിനൊരു എക്സാമ്പിൾ കൂടിയാണ്. ഇപ്പോഴും ഈ സ്ഥലം കാണാനുള്ള ആൾക്കാരുടെ ഒരു ക്യൂരിയോസിറ്റിയും അവരിവിടേക്ക് വരുന്നതുമൊക്കെ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ് ചാർലി. അതിൽ ഒരുപാട് ഞങ്ങളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു സിനിമ കൂടിയാണ്. ദുൽഖറിൻ്റെ ആ ഒരു ലൈഫ് സ്റ്റൈലാണെങ്കിലും ഡ്രസ്സിങ് ആണെങ്കിലും ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ചാർലി സിനിമ. അപ്പോഴാണ് കുറച്ച് സുഹൃത്തുക്കളെ കിട്ടിയത്. അവരാണ് കുറേ ഫോട്ടോസൊക്കെ എടുത്തത്. ഇവരാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ സഹായിച്ചത്. നിങ്ങൾ കോട്ടയമല്ലേ? എവിടെ എങ്ങോട്ട് പോയി? നേരെ ഇങ്ങോട്ട് പോവാ. അങ്ങനെ നമ്മൾ ലാൻഡ്രം എസ്റ്റേറ്റും കണ്ടു. അവിടെ നിന്ന് കുറച്ച് സമയം ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗൂഗിൾ വേറെ ഒരു വഴിയിലൂടെയാണ് തിരിച്ച് ടൗണിൽ എത്തിച്ചത്. അതും ഒരു നല്ല റൂട്ടായിരുന്നു. കുറേ സ്ഥലത്ത് തേയില തോട്ടവും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയോ കാടും റബ്ബർ തോട്ടമൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു വഴിയിലൂടെ ഞങ്ങളെ ഗൂഗിൾ പുതിയൊരു പാത കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.